നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ ഇപ്പൊ വലിയ സന്തോഷത്തിലാണല്ലോ. സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ഇല്ല. എന്തു പറ്റി മോളെ? ചാരുമായിട്ട് സംസാരിച്ചപ്പോ ആകാശനെ രക്ഷപ്പെടുത്തിയത് മണ്ടത്തരായോന്ന് ഒരു തോന്നല്. ഞാൻ ആകെ കൺഫ്യൂഷനില്ല മമ്മി. ചാരു നിന്നോട് എന്താ പറഞ്ഞത്? അവള് ഭയങ്കര ബോൾഡായിട്ടാ സംസാരിച്ചത്. ഇതുവരെ നടന്നതൊരു ദുസ്വപ്നാണെന്ന് വിചാരിച്ചോളാന്ന്. അവളെല്ലാം മറക്കാം, എന്നോട് ഇതിനെല്ലാം പകരം ചോദിക്കുമെന്ന്. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ആകാശന്റെ ജോലി പോയി നാണം കെട്ടി നിന്നാ അവളിങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. എന്റെ കാലിൽ വീണ് ആകാശനെ രക്ഷിക്കണമെന്ന് കരഞ്ഞു പറയായിരുന്നു. ആ ചാൻസ് മിസ്സാക്കിയോന്നൊരു തോന്നല്. ആകാശന് ഡിസ്മിസല് കിട്ടിയ അവൻ വീട്ടിലെ ചാരുവിനോടൊപ്പം സന്തോഷത്തോടെ ഇരിക്കും. അതില്ലാതിരിക്കാനാ ആകാശനെ കേസിന്ന് ഊരിയെടുത്തത്. പക്ഷേ അത് തെറ്റായി പോയ മമ്മി. ശ്രേയ, നീ ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഞാൻ ചെയ്തത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് കേക്ക് മോളെ. നീ ചെയ്തത് റോങ് അല്ല. മമ്മി എന്തേ പറയുന്നേ? വെറുതെ എന്നെ സമാധാനിപ്പിക്കാനായിട്ട് ഓരോന്ന് പറയല്ലേ. മോളെ, നിന്നെ ഞാൻ സമാധാനിപ്പിക്കാൻ പറഞ്ഞതല്ല. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ആകാശനെ നീ എപ്പോഴും ഉപദ്രവിച്ചോണ്ടിരുന്നാ അവൻ അതിനെ നേരിടാൻ പഠിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അവൻ അതിനെ റിക്കവർ ചെയ്യും. അത് പാടില്ല. ചെറിയ ഗ്യാപ്പ് കൊടുത്ത് പ്രതീക്ഷിക്കാത്ത നേരത്തെ ഒരു അടി കൊടുത്താ അവനത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഇപ്പൊ അവനെ രക്ഷിച്ചത് നന്നായി. കുറച്ച് കഴിയട്ടെ, ഇതെല്ലാം അവൻ പതിയെ മറന്നു തുടങ്ങും. അപ്പോ ഇതിലും വലിയൊരു അടി കൊടുക്കണം. ആ അടി ആകാശം ചാരുവും അവന്റെ കുടുംബവും എന്നും ഓർത്തിരിക്കുന്ന രീതിയിലായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? മനസ്സിലായി മമ്മി. എന്റെ കൺഫ്യൂഷൻ മാറി. ഞാൻ ചെയ്തത് റൈറ്റാ. അവനുള്ള അടുത്ത പണി ഇതിലും വലുതായിരിക്കും. അതുവരെ ആകാശം ചാരുവും കുറച്ച് ശ്വാസം വിടട്ടെ. അതെ മോളെ. മോൾ എപ്പോഴും ധൈര്യവും വിശ്വാസവും കൈവിടരുത്. ഇല്ല മമ്മി. എന്നാ ശരി മോളെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മമ്മി. നിന്നെ കൈക്കൂലിക്കാരന്റെ ഭാര്യ എന്നേ വിളിക്കൂ. നീ അനുഭവിച്ച നാണക്കേടും വേദനയുമാ എന്റെ വിജയം. മൈ വിക്ടറി. ശ്രേയ എന്ന പേര് കേൾക്കുമ്പോ നീ പേടിക്കണം. കാകുത്തി, അക്കുച്ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചാലേ നീ സത്യം പറയൂ. എന്താ അക്കുച്ചേട്ടാ? ശ്രേയയെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? ശ്രേയെ പറ്റി ഞാനെന്ത് പറയാനാ? അവളെ കൂടുതൽ അറിയുന്നത് അക്കുച്ചേട്ടനല്ലേ. അക്കുച്ചേട്ടൻ പറ. നിന്നോടെ സത്യം പറയാനാ പറഞ്ഞേ. ഞാൻ പറഞ്ഞ സത്യം അക്കുച്ചേട്ടാ. ചുമ്മാ കളിക്കാതെ ചാരു. ശ്രേയയുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നിനക്കറിയുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. നീ എന്താ നോക്കുന്നത്? ശ്രേയ എനിക്ക് ആരായിരുന്നു എന്നും ഇപ്പോ ശ്രേയയുടെ സ്ഥാനം എന്താണെന്ന് നിനക്കും അറിയാം. അങ്ങനെയാണോ? എനിക്കറിയാവുന്നതെല്ലാം അക്കുച്ചേട്ടൻ അറിയോ? അറിയാം. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഐ നോ ഓൾ ദ മാറ്റേഴ്സ് വെരി വെൽ. പക്ഷേ ഒരു കാര്യം മാത്രം അറിയില്ല. ഓഫീസിൽ ശ്രേയ നിന്നെ ഒറ്റയ്ക്ക് വിളിച്ച് പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പൊ ഞാനതറിയും. എങ്ങനെ അറിയും? നീ പറഞ്ഞു തരുമല്ലോ. ഞാൻ പറഞ്ഞു തരുന്ന ആര് പറഞ്ഞു? പറയൂ കാക്കുത്തി, പ്ലീസ് 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 കാക്കുത്തി, പറ കാക്കുത്തി പ്ലീസ്, പറ. അതൊന്നും അറിയില്ല. പറയില്ലല്ലോ?
ഇല്ല. ശരി. ഏയ് അക്കുച്ചേട്ടാ, സാറില്ല സാറില്ല, പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. നല്ലോണം പിടിച്ചോ. പിന്നെ ചിരിക്കാതെ ശ്രേയ എന്താ പറഞ്ഞെന്ന് പറ. അക്കുച്ചേട്ടനെ വെറുതെ വിടില്ലെന്നും എപ്പോഴും ശ്രേയുടെ കൺമുന്നിൽ ഉണ്ടാവണം എന്നൊക്കെയാ പറഞ്ഞത്. ഓഹോ, അതിനു വേണ്ടിയിട്ടാ കേസ് നിരക്ഷിച്ചേന്ന്. ശ്രേയെ കൊണ്ടൊന്നല്ല, ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണെന്നറിയോ, എന്റെ ഉള്ളില് ഒരു ശക്തിയുണ്ട്. ശക്തിയോ? എന്ത് ശക്തി? ശിവശക്തി, ദിവ്യശക്തി. തമാശകളാ. പറ, എന്ത് ശക്തിയാ? പറയട്ടെ പറ. പറയട്ടെ. കാക്കോത്തി എന്ന ദേവത എന്റെ കൂടെ എപ്പോഴും ഉണ്ട്. ചേട്ടാ, നിങ്ങൾ പുറത്തു പോവാണോ? ആ അതേച്ചാ, അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു. നന്നായി മക്കളെ, ഞാനത് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചതാ. നമുക്ക് പ്രതിസന്ധികൾ എത്ര വന്നിട്ടും ദൈവം നമ്മളെ കൈവിട്ടില്ല. ആ നന്ദിയും പ്രാർത്ഥനയൊക്കെ എപ്പോഴും വേണം. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നായിട്ട് കരുതിയാൽ മതി. ചെന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ട് ദൈവങ്ങളോട് നന്ദി പറ. ശരി ബാലമാമേ. പോയിട്ട് വരാശ. ഗോവിന്ദാമ, പോയിട്ടോ മോനെ. പോയിട്ട് വാ മക്കളെ. വാ. ബാല, അവര് പോയിട്ട് കുറച്ചു നേരമായി.